ദാസോ വേണ്ട മോനെ, കല്യാണമൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഭക്ഷണം കഴിക്കണമെങ്കിലേ വിളമ്പിത്തരാൻ ആളില്ലല്ലോ. ഒരാളെ കൊണ്ടുപോകണത് അതിനാ. ഓ ബൊഫേ ആണല്ലേ. ഫുഡ് കിട്ടണമെങ്കിലേ ക്യൂ നിൽക്കണം. ഫുഡ് കിട്ടിക്കഴിഞ്ഞാലോ ഇരിക്കാനും വേണ്ടിയുള്ളൊരു കസേര കളിയാ. കസേര കളിയാ? അപ്പൊ ഈ കല്യാണത്തിനൊക്കെ മത്സരങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ ഇരുന്ന് കഴിയാൻ കസേര ഇട്ടാണല്ലേ ഓട്ട മത്സരം. ആശാൻ പറഞ്ഞത് കറക്റ്റാ. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ബൊഫേ ഒരു സുഖമുള്ള പരിപാടിയല്ലാന്ന്. നമ്മൾ വിളിക്കണവർ വേണ്ടപ്പെട്ടവരാ, അവരോട് എങ്ങനെ പറയാ പരിപാടി മോശമാണെന്ന്? നമ്മൾ പ്ലേറ്റ് എടുത്ത് തുടച്ച് ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങും. ആദ്യം കിട്ടുമ്പോൾ തന്നെ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ വാങ്ങും. എന്തിനാന്ന്? പിന്നെ രണ്ടാമത് വരണ്ടല്ലോ. അതെ, ഒരു കണക്കിനായിരിക്കും ഇരുന്ന് കഴിക്കാനായിട്ട് ഒരു കസേര കിട്ടണത്. ഇത് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോയിട്ട് ഭക്ഷണം മേടിക്കാൻ പോയാലോ തിരിച്ചു വരുമ്പോൾ ആ കസേര ഉണ്ടാവില്ല, അവിടെ വേറെ ആരും കയറിയിരിക്കും. പിന്നെ അത് നിന്ന് തന്നെയേണ്ടി വരും. ആദ്യമായി ഇഷ്ടപ്പെട്ടത് കുറച്ച് കഴിക്കും, പകുതി മുക്കാലും വേസ്റ്റ് കൊണ്ട് തട്ടും, പിന്നെ ഒരു ചായയും കുടിക്കും, അത്ര തന്നെ. രണ്ടാമത് വാങ്ങാൻ പോയാലും പണിയാ. ഈ ബാക്കിൽ നിൽക്കണവരുടെ പ്ലേറ്റോ കയ്യോ അറിയാതെ എങ്ങനെ നമ്മുടെ ഡ്രസ്സിൽ കൊണ്ടുകഴിഞ്ഞാൽ നല്ല സൂപ്പർ ഡിസൈൻ ആവും ഡ്രസ്സ്. അത് അതിഥികൾ മാത്രല്ലല്ലോ, അത് വീട്ടുകാർ അങ്ങനെ തന്നെയല്ലേ കഴിക്കണേ. ഏയ് അങ്ങനെയൊന്നുമില്ല. അവസാനം ഈ കാറ്ററിംഗുകാര് അവരെ കസേര ഇട്ടിരുത്തി നന്നായിട്ട് വിളമ്പി കൊടുക്കും. ഇതപ്പോ അതിഥികളെ വിളിച്ചിട്ട് അടുക്കളയിൽ സാധനം കഴിക്കേണ്ട എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞ പോലെ ആയില്ലപ്പോ. 6 പേർക്ക് ഇരിക്കാവുന്ന കസേരയും ടേബിളും ഇപ്പോഴും സെറ്റ് ചെയ്യുന്നുണ്ട്. അതിലാ ഫുഡും കൂടി സെറ്റ് ചെയ്താൽ പോരെ? ചില സ്ഥലത്തൊക്കെ അങ്ങനെയുണ്ട്, പക്ഷെ ഭൂരിഭാഗം സ്ഥലത്തും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ പിന്നെ പണിക്കാർ കൂടുതൽ വേണ്ടി വരില്ലേ? വരും. ഒരു 10 പിള്ളേരെ കൂടുതൽ പണിക്കെടുത്തുന്നേ. കഴിക്കണവർക്ക് വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും, ആവശ്യത്തിന് എടുത്ത് കഴിക്കുകയുള്ളൂ. അപ്പോൾ ഈ വേസ്റ്റ് അധികം ഉണ്ടാവുകയില്ല. അത് ശരിയാ. ഇഷ്ടപ്പെട്ടത് ആവശ്യത്തിനെടുത്ത് കഴിക്കുകയും ചെയ്യാം, എല്ലാവർക്കും തൃപ്തിയാകുകയും ചെയ്യും. എന്നാലും ഓക്കെ ആശാനെ, ഒരു 300 രൂപ അഡ്വാൻസ് ആയോ? ഞാൻ നാളെ വരെ കല്യാണത്തിന്.